പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യാശ നൽകുന്നൊരു ആലോചനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അവിടെ പ്രവാചകൻ പറയുന്നു, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. പ്രിയപ്പെട്ടവരെ, മുള്ളും പറക്കാരയും ഒരു ശാപത്തിൻ്റെ നിഴലാണ്, വേദനയുടെ നിഴലാണ്. എന്താണ് ആ പ്രവചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും കഷ്ടതകളും മാരക രോഗങ്ങളും മാരകമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ആ സമയത്ത് നമുക്ക് തോന്നും, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല, ഒരു ഭാവിയില്ല, എൻ്റെ നല്ല കാലം കഴിഞ്ഞു, എൻ്റെ സ്വസ്ഥതയുടെ സമയം അവസാനിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എല്ലാം അസ്തമിച്ചല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ദർശനങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ചകൾ, ഞാൻ സ്വപ്നം കണ്ട ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഉയർച്ചകളൊക്കെ തീർന്നല്ലോ, മുള്ളുപോലെ പറക്കാര പോലെയാണല്ലോ എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നേക്കാം. കർത്താവ് സംസാരിച്ച വചനം ഇതാണ്: ഈ മുള്ളിന് പകരം ഒരു സരളവൃക്ഷം ദൈവം മുളപ്പിക്കും, ഈ പറക്കാരയ്ക്ക് പകരം ഒരു കൊഴുന്ത് ദൈവം മുളപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മുള്ളുകളെയും പറക്കാരകളെയും മാരകമായ പ്രതിസന്ധികളെയും കഷ്ടതകളെയും മാറ്റി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വാഗ്ദത്ത നിവൃത്തിയുടെയും കാലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് പകരം, ഇന്നത്തെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്ക് പകരം സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് വേദന, കണ്ണുനീര്, കഷ്ടത, സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ പോകുന്നെങ്കിൽ അതിന് പകരമായി ഒരു സരളവൃക്ഷത്തിൻ്റെ, കൊഴുന്തിൻ്റെ വിലയേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് അതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വരുവാൻ ഇടവരും. അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുവാൻ, അവൻ്റെ സൽഗുണങ്ങളെ, അവൻ്റെ പ്രവൃത്തികളെ കണ്ട് അനുഭവിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം നമുക്ക് അവസരമൊരുക്കും. പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ, പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുന്നവർ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.